അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. എൻ്റെ പേര് ഷീന. ഞാൻ അട്ടപ്പള്ളം എന്ന സ്ഥലത്താണ് വരുന്നത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവന് 11 വയസ്സായി. ഏപ്രിൽ 30 അവന് പെട്ടെന്ന് വയറുവേദനയും ഛർദിയും ഉണ്ടായി. ഞങ്ങളിവിടെ അടുത്തുള്ള പിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ഛർദി നിൽക്കാനും വയറുവേദന മാറാനുള്ള മരുന്ന് കൊടുത്തു. ഒരു 5-6 മണിക്കൂറോളം നോക്കി, അവന് മാറ്റമൊന്നും സംഭവിച്ചില്ല, കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും, ഇവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ രാവിലെ 8 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, അല്ലാന്ന് വെച്ചാൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസിൽ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകും എന്ന് വെച്ചാൽ കുട്ടി ഛർദി നിൽക്കുന്നില്ല, 5-6 മണിക്കൂറായിട്ട് ഛർദി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. വേദനയും വിട്ടുമാറാത്ത വേദനയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. കുട്ടി ഒരേ ഛർദിയായിരുന്നു. അവർ പെട്ടെന്ന് ഞങ്ങളെ കോവയം മെഡിക്കലിലായിരുന്നു കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ 55,000-56,000 രൂപ ഇപ്പോൾ അടച്ചാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ചുകൂടി അപ്പുറത്താണ്, നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി 1 മണിക്കൂറോളം അവിടെ നടന്നു. പക്ഷേ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. കുട്ടി ഒരേ ഛർദിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, ഡോക്ടറെ കാണി കുറച്ച് സമയം എടുക്കും, നിങ്ങൾ പുറത്ത് പോയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സമയം അവിടെ നിന്നും പറ്റിയില്ല, ഡോക്ടറെ കാണാനേ പറ്റിയില്ല. പിന്നെ കുട്ടിക്ക് ഒരുപാട് വയ്യ. പിന്നെ അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാം, ഒരാഴ്ച ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം മാത്രമേ സർജറി ചെയ്യുള്ളൂ നോക്കിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഭാഷയൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ അവിറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തു. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി തന്നു വെച്ചു. കൊച്ചിന് വയറുവേദന വന്നു, അത് ഉടൻ തന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഫീസ് മാത്രമാണ് 57 കോവി മെഡിക്കൽ സെൻറ്ററിൽ. പക്ഷേ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഭാഷ അറിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നു. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്രകാരം നിങ്ങൾ പറഞ്ഞു, സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താം, ഈ രോഗം മാറാണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഫലമായിട്ട് ആ രോഗം കർത്താവ് പൂർണ്ണമായിട്ട് മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു.